കോഴിക്കോട് നടന്ന പരിപാടിയിൽ ഇതൊന്ന് ഉറക്കനെ അമർത്തി ചോദിച്ചു വീണ്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് ഉത്തരം പറയാൻ വേണ്ടി KJUവിന്റെ സെക്രട്ടറി ഒന്ന് ശ്രമിച്ചു. KJUവിന്റെ സെക്രട്ടറി ഉന്നത മഹാരഥന്മാരായ പണ്ഡിതന്മാരിടുന്ന സീറ്റിലിരിക്കുന്ന, ചരിത്രപരമായ ദൗത്യങ്ങൾ നിർവഹിച്ച ആ KJUവിന്റെ ഉത്തരവാദിത്വത്തിലിരിക്കുന്ന വ്യക്തിയുടെ നിലവാരം അളക്കാൻ അത് ഉപകരിക്കുമെന്നതുകൊണ്ട് അദ്ദേഹം TPA ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന തെളിവ് നിങ്ങളൊന്ന് കേൾക്കുക. ഈ പ്രബന്ധം ഉണ്ടാവും പരലോകത്ത്, ഇത് എഴുതിയ ആളുകൾ ഉണ്ടാവും പരലോകത്ത്. NV മുഹമ്മദ് സാലിമിനെയും അബ്ദുൽ ജബ്ബാർ മദീനിയെയും റാഷിദ് ഖലീലിനെയും മുന്നിൽ നിർത്തി ഞങ്ങൾ പറയും, റബ്ബേ, ഈ തൗഹീദി പ്രബോധക സംഘത്തെ തകർക്കാൻ വേണ്ടി ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങി അവരെഴുതിയ പ്രബന്ധത്തിൽ അനുവദനീയമാണ് എന്ന് തെറ്റായി വന്ന ഒരു ഫത്വ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവർക്ക് അനുവദനീയമാണെന്നാണ് വാദം. ഇവർക്ക് അനുവദനീയമാണ്. അങ്ങനെ ഒരു വാദം മുജാഹിദുകൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ നന്ദിപ്പള്ളിയുടെ താക്കോല് കൊടുക്കുന്നു പറഞ്ഞ ആളാണ് ഈ ന്യായവും വാദമൊക്കെ യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് പരലോകത്ത് പടച്ചോന്റെ കോടതിയിൽ ഞങ്ങൾ പോയി പറയുന്ന, പടച്ചോങ്ങളെ വിടുവോ? ശുദ്ധമായ കളവ്. KJUവിന്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളുടെ കളവുകളാണ് നമ്മൾ ഇവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, പരപ്പനങ്ങാടിയിൽ നിന്ന് ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്ന് ഓർമ്മയാകാൻ വേണ്ടി മാലിക് സലഫി അതിന്റെ പേജുകൾ ഉദ്ധരിച്ച് സംസാരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ഇത് എഴുതിയത് ജിന്നിനോടുള്ള സഹായ ചോദ്യം അനുവദനീയമാക്കാനാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? എന്നാ കേട്ടോ, ഇതിന്റെ 15ാമത്തെ പേജിൽ ഇതാ കേട്ടോ, വഹാദിൽ ആയത്തു തദുല്ലു അലാ അന്നൽ ഇസ്തിഗാസത ബിൽ ജിന്നി ഹറാം. ഇനി കേട്ടോ 16ാമത്തെ പേജിൽ കാണാം, ഫൽ ആയത്തു ഫദല്ലത്തിൽ ആയത്തു ലാ ദമ്മി ഉലൈക ഫഇന്നഹും ദുമു ലഅന്നു സർഫു തിൽക ഇബാദത്തി ലഗൈരില്ലാ. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ അർപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ശിർക്കാണ്. ഇനി തീർന്നു 22ാമത്തെ പേജിൽ ഇസ്തിആനതു ബിൽ ജിന്നി സവാഉന കാനു മുസ്ലിമീന അമ ഗൈറുൽ മുസ്ലിമീന വസിറതു മിൻ വസായിൽ ശിർക്കി. ഇനി കേട്ടോ, ഫൽ ഹാസിൽ അന്നൽ മഖാമ ഫീഹി തഫ്സീൽ ഫഇദാ കാന ഇസ്തിഖ്ദാമു ബി തലബിൽ ഖിദ്മതി മിൻ ജിന്നിൽ മുസ്ലിം ഫഹാദാ വസിറതു ലിശ്ശിർക്കി വലാ യജൂസു അൻ യുആർജ ഇൻദ അഹദിൻ യുറഫു മിൻ എന്ന് പറഞ്ഞ് അനുവദനീയമല്ല. ഇനി ഇതിന്റെ 26ാമത്തെ പേജിൽ വഫിൽ ബാബി മാ യജിബു സദ്ദുഹു കദാലിക യജിബു ഇൻകാറു വസായിൽ ശിർക്ക് വൽ ഗാവിയ എന്ന് പറഞ്ഞ് പിന്നെ അത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ 37ാമത്തെ പേജിൽ ഇതിന്റെ അവസാനത്തെ പേജിന്റെ തൊട്ടുമുമ്പുള്ള പറയാം, ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കിലേക്കുള്ള വാതിലായതിനാൽ അത് അടക്കേണ്ടതാകുന്നു. ഇത് പരലോകത്ത് വരൂലേ ഗായക്കൊടി? ഈ വാചകം പരലോകത്തേക്ക് ഉണ്ടാവൂലേ? അതായത് ഡിലീറ്റ് ആയി പോകോ? ജിന്നോടുള്ള സഹായം ചോദിക്കൽ ശിർക്കിലേക്കുള്ള വാതിലായതിനാൽ അത് അടക്കേണ്ടതാകുന്നു. എന്നിട്ട് എന്താണ് ഇവർ മൂന്നാൾ എടുത്തു കൊടുത്ത പ്രബന്ധം? ഇതാ, ഖാല ബഅദു അഹ്ലിൽ ഇൽമി ഇന്നഹു ലാ യുസ്തആനു ബിൽ ജിന്നി ലാ മുസ്ലിമി വലാ കാഫിരിഹിം. ഒരു മുസ്ലിം ജിന്നോടും ഒരു കാഫിർ ജിന്നോടും സഹായം ചോദിക്കാൻ പാടില്ല. കാരണം അൽ ഇസ്തിആനതു ബിൽ ജിന്നി ഹറാമുൻ സവാഉൻ കാനത് ഇസ്തിആനതു ബിൽ ജിന്നിൽ കാഫിരി ശൈത്താൻ അം ബിൽ ജിന്നിൽ മുസ്ലിമി ദാലിക ലിഇദ്ദത്തി അദില്ലത്തിൻ. ഒരുപാട് തെളിവുകൾ കൊണ്ട് ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച് ഈ പ്രബന്ധം അള്ളാഹുവിന്റെ കോടതിയിൽ വരും, സംശയമില്ല. നിങ്ങൾ മറുപടി റെഡിയാക്കി വെച്ചോളി. ഇതിന്റെ 43ാമത്തെ പേജിൽ 43ാമത്തെ കേട്ടല്ലോ. അപ്പൊ ഇതിൽ ഇത്രയും തവണ ആവർത്തിച്ച് ജിന്നിനോട് സഹായം തേടാനും ചോദിക്കാനും പ്രാർത്ഥിക്കാനും പാടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞൊരു ഡോക്യുമെന്റ് എടുത്ത് കൈ പിടിച്ചിട്ട് വൈകാരികമായി ഇതുകൊണ്ട് ഞങ്ങൾ പരലോകത്ത് വരുന്നു പറയുന്ന KJU സെക്രട്ടറി ഉദ്ധരിക്കുന്ന ബാക്കി തെളിവുകളുടെ കോലെന്തായിരിക്കും? മുന്നിലിരിക്കുന്ന ഒരാളും ഇതൊന്നും പരിശോധിക്കുകയില്ലെന്ന ഉറച്ച ബോധ്യമാണെങ്കിൽ തെറ്റിയിരിക്കുന്നു. നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു. ഞങ്ങൾക്കറിയാം അടിയൊഴുക്കുകൾ എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. കാത്തിരുന്നു കാണാം, നമുക്ക് കാത്തിരുന്നു കാണാം കാര്യങ്ങൾ.